സോ നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ ഇതുപോലത്തെ ഓക്വേർഡ് സ്വൈപ്പിങ്ങും ഫിംഗർ ജിംനാസ്റ്റിക്കും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഈ ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ നിങ്ങളുടെ കൺട്രോൾ സെൻറ്റർ ഇങ്ങനെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇതുപോലുള്ള നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ ഐഫോണോ ഐപാഡിലോ മാക്കിലോ യൂസ് ചെയ്യാൻ സാധിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള സിറി ഷോർട്ട് കട്ടുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഫുള്ളായിട്ട് കാണുക. സോ ആദ്യം തന്നെ സിറി ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇവിടെ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആദ്യത്തെ നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യാൻ പോവാണ്. പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ സെർച്ച് ആക്ഷൻ എന്നുള്ളിടത്ത് ഷോ കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സജഷൻ വന്നിട്ടുണ്ട്. ആ ഷോ കൺട്രോൾ സെൻറ്ററിൽ ടാപ്പ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. ഷോർട്ട് കട്ട് കഴിഞ്ഞു. ഈ ഷോർട്ട് കട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ഷെയർ ഷീറ്റ് ഐക്കൺ കാണാം. ഈ കാണുന്നതാണ് ഷെയർ ഷീറ്റ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ സേവ് ചെയ്യണം എന്നുള്ളത് കാണിക്കും. ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഐക്കണാണ്, ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഐക്കണാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ചൂസ് ഫോട്ടോ എന്നുള്ളത് ടാപ്പ് ചെയ്ത് നമുക്ക് ഐക്കൺ സെലക്ട് ചെയ്യാം. ഐക്കൺ ഇങ്ങനെ എൻലാർജ് ചെയ്യുക. കറക്റ്റായിട്ട് ഐക്കൺ അഡ്ജസ്റ്റ് ചെയ്യുക. ചൂസ് കൊടുക്കുക. ആഡ് കൊടുക്കുക. അത് ഹോം സ്ക്രീനിൽ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്റർ പുഷ്പം പോലെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അടിപൊളി ഷോർട്ട് കട്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 2, ക്വിക്ക് മാപ്പ് സെർച്ച്. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക്, പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാകും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ. നമുക്ക് അവിടുത്തെ സ്ഥലം അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഫ്യൂവൽ സ്റ്റേഷൻ അല്ലെങ്കിൽ കഫേ, തിയേറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. ഇനി നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, വാഹനം ഓടിക്കുവാണ്, നമുക്ക് ഫ്യൂവൽ സ്റ്റേഷൻ ഏതാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ സഹായത്തോടെ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ മാപ്പ് ഓപ്പൺ ചെയ്ത് ഫ്യൂവൽ സ്റ്റേഷനൊന്നും അടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇത് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് 15 Pro യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആക്ഷൻ ബട്ടണിലാണ്. ജസ്റ്റ് ആ ആക്ഷൻ ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഫോൾഡറായിട്ട് ഓപ്പൺ ചെയ്ത് വരും. മൾട്ടിപ്പിൾ ഷോർട്ട് കട്ടുകൾ നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം. ഇനിയിപ്പം ആക്ഷൻ ബട്ടൺ ഇല്ലാത്ത ഒരു ഡിവൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹോം സ്ക്രീനിൽ നിന്ന് നിങ്ങൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്വിക്ക് ആക്ഷൻ പാനൽ ലഭിക്കും. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഷോർട്ട് കട്ടുകൾ ഇതുപോലെ തന്നെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ നിന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്വിക്ക് മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ 4 ഓപ്ഷൻസാണ് കൊടുത്തേക്കുന്നത്. സൂപ്പർ മാർക്കറ്റ്, ഗ്യാസ് സ്റ്റേഷൻ, കഫേ, തിയേറ്റർ. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഞാൻ ഗ്യാസ് സ്റ്റേഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അടുത്തുള്ള നമ്മൾ നിൽക്കുന്ന ആ ലൊക്കേഷൻ തൊട്ടടുത്തുള്ള ഫ്യൂൽ സ്റ്റേഷൻസ്, പമ്പുകൾ നമുക്ക് കാണിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കഫേ, സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് ഭയങ്കര ഉപകാരപ്പെടും. ഇനി ഇതുപോലെ എങ്ങനെ നിങ്ങൾക്ക് ആക്ഷൻ ബട്ടണിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു പാനലിൽ നിന്ന് ആവശ്യമുള്ള ഷോർട്ട് കട്ടുകൾ ഇങ്ങനെ ആഡ് ചെയ്യാം, ഇത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഷോർട്ട് കട്ട്സിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ഫോൾഡർ ഐക്കൺ കാണാം. അതിൽ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ ഒരു പുതിയ ഫോൾഡറായിട്ട് ഓപ്പൺ ആയി വരും. ഈ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇത് ഈസി ആയിട്ട് സെറ്റാക്കാം. ഇപ്പോൾ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഇതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആവശ്യമുള്ള ഷോർട്ട് കട്ടുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇത് ഇവിടെ കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഫോൾഡർ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സിലേക്ക് പോയിട്ട് അവിടെ ആക്ഷൻ ബട്ടൺ എന്നുള്ളത് ടാപ്പ് ചെയ്തിട്ട് ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോ ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്ഷൻ ബട്ടണിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആ ഷോർട്ട് കട്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഒരു ഫോൾഡറായിട്ട് ആക്ഷൻ ബട്ടണിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ക്വിക്ക് പാനലിലും നമുക്ക് ഷോർട്ട് കട്ട് വിജിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. നമുക്കറിയാം ആഡ് വിജിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഷോർട്ട് കട്ട് എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ആ ഷോർട്ട് കട്ട് അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഓൾമോസ്റ്റ് തീർന്നു. ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആ ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം എഡിറ്റ് വിജിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഫോൾഡറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഷോർട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ നിങ്ങൾ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിക്ക് ചെയ്ത കുറച്ച് ഷോർട്ട് കട്ടുകൾ മാത്രം അതിലേക്ക് ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ താഴെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ചൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഷോർട്ട് കട്ട് മാത്രമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് ചെയ്ത് കഴിയുമ്പം അത് ഇവിടെ പോപ്പപ്പ് ആകുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ ചില സമയങ്ങളിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കാറുണ്ട്. ആ സമയം നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഇതുപോലെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിച്ചാലും നമുക്ക് മാക്സിമം ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. ചില സമയങ്ങളിൽ ഈ കുറയ്ക്കുന്നതും നമുക്ക് പോരാതെ വരുന്ന ഒരു അവസരമുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഷോർട്ട് കട്ടാണ്
അൾട്രാ ഡിം. സോ ഈ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. അൾട്രാ ഡിം എന്ന് പറയുന്ന ആ ഒരു ആക്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നേക്കാൾ ഏറ്റവും ലോവർ ബ്രൈറ്റ്നസ്സിലേക്ക് ഇതിന് പോകാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങൾ ഷോർട്ട് കട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ പോയിട്ട് ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പം റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കൺട്രോളർ നമുക്ക് എത്രത്തോളം ബ്രൈറ്റ്നസ് കുറയ്ക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 60% നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 61% കൊടുത്തു. അതിനുശേഷം ഇതങ്ങ് ഡിസേബിൾ ചെയ്യുന്നു. ഇതാണ് ഇതിനകത്ത് മേജറായിട്ടുള്ള മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഇനി ഞാൻ ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വാല്യൂസ് കൊടുത്തേക്കുന്നത് കാണാം. അതിൽ ടേൺ വൈറ്റ് പോയിൻറ്റ് ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് പോയിൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ലോവർ ബ്രൈറ്റ്നസ്സിലേക്ക് ഡിസ്പ്ലേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ റൺ ചെയ്യുമ്പോൾ കണ്ടോണം. ആ പറഞ്ഞ ബ്രൈറ്റ്നസ്സിലേക്ക് ഡിവൈസ് അങ്ങ് പോയി. ചില സമയങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കാം എന്തെങ്കിലും ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ തോന്നും. അത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് ക്വിക്ക് നോട്ടിലേക്കോ അല്ലെങ്കിൽ നോട്ട് പോലുള്ള അല്ലെങ്കിൽ റിമൈൻഡർ പോലുള്ള ആപ്ലിക്കേഷനിലേക്ക് അങ്ങ് സേവ് ചെയ്തിടാം. പക്ഷേ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ആയിരക്കണക്കിന് വരുന്ന ഇങ്ങനത്തെ നോട്ടുള്ളതുകൊണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഷോർട്ട് കട്ടാണ് മെയിൽ ടു സെൽഫ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഷോർട്ട് കട്ടിൽ അങ്ങ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം എന്താണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ മീറ്റിംഗ് വിത്ത് ഡെവലപ്പേഴ്സ് എന്ന് ഞാൻ സെർച്ച് ചെയ്തു അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തു എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഡൺ അടിക്കുക. ഡൺ അടിച്ച് കഴിയുമ്പം പരിപാടി തീർന്നു. ഇത് നമ്മുടെ മെയിലിലേക്ക് ഡയറക്റ്റ്ലി അങ്ങ് സെൻഡ് ആവും. ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൽ ആപ്പ്, നമുക്ക് എല്ലാവർക്കും മെയിൽ ആപ്ലിക്കേഷൻ കാണും. അതിൽ പോയി കഴിയുമ്പം ആ മെയിൽ വന്നിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷോർട്ട് കട്ടിൻ്റെ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ സെൽഫിൻ്റെ താഴെയായിട്ട് ഒരു ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ആരോ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫ്രം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ഞാനിപ്പം iCloud.com ആണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യുക. അതോടൊപ്പം 2 എന്നുള്ളത് ആസ്ക് ഫോർ ഇൻപുട്ട് 2 എന്നുള്ളത് മിലൻ തോമസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ചേഞ്ച് ചെയ്യേണ്ട നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെയും കൊടുക്കുക. ഇനി ഇതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം ഡൺ അടിക്കുക. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വർക്കാവും. പണ്ടൊക്കെ ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാഡ് ഹാബിറ്റാണ്. നമ്മൾ ഏതെങ്കിലും ഓൺലൈനിൽ അക്കൗണ്ടുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനുള്ള കൊടുക്കുന്ന പാസ്വേഡുകളൊക്കെ സെയിം പാസ്വേഡ് തന്നെ ആയിരിക്കും. കാരണം എളുപ്പം ഓർത്തെടുക്കാൻ വേണ്ടി. ഇപ്പോഴും ഇത് ചെയ്യുന്ന ചില ആളുകൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഷോർട്ട് കട്ടാണ് ജനറേറ്റ് പാസ്വേഡ് എന്നുള്ളത്. അതായത് ഈ ഒരു പാസ്വേഡ് ജനറേറ്റഡ് ഷോർട്ട് കട്ട്. ഇതിനകത്ത് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്ട് കട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്വേഡ് ജനറേറ്റ് ആകുന്നതായിരിക്കും. ഓരോ തവണയും നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പം പുതിയ പാസ്വേഡുകളായിരിക്കും ജനറേറ്റ് ആകുന്നത്. ഇത് നിങ്ങൾ ഇപ്പം ക്ലിപ്പ് ബോർഡിലേക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിപ്പ് ബോർഡിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഞാൻ ജനറേറ്റ് ചെയ്തേക്കുന്ന പാസ്വേഡ്. സോ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള പല സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ലെറ്റേഴ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡുകൾ ഇത് ജനറേറ്റ് ചെയ്യും. സോ ഇത് നമുക്ക് ഈ പറഞ്ഞ പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പം അവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. സേഫായിട്ടും സെക്യൂറായിട്ടും അതങ്ങ് ഇരുന്നോളും. സാധാരണ നമ്മൾ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട്. ഈ സ്ക്രീൻഷോട്ട് വെച്ച് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതായത് കാണാം എന്തെങ്കിലും ഡീറ്റെയിൽസോ ടെക്സ്റ്റോ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വായിക്കാനും ഇനിയിപ്പോൾ സെർച്ച് ചെയ്യേണ്ട എന്തെങ്കിലും ആണെങ്കിൽ അത് ആ ടെക്സ്റ്റ് അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് നമ്മൾ സഫാരിയോ അല്ലെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യണം. പക്ഷേ ഞാൻ ഇനി കാണിച്ചിരുന്ന ഷോർട്ട് കട്ട് വിത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. ഈ സ്ക്രീൻഷോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ലിങ്ക് എംബഡ് ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ അൾട്രാ വയലറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഈ ഒരു ഷോർട്ട് കട്ട് ഞാൻ കൊടുക്കുവാണ്. ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഷോർട്ട് കട്ട് സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കലി എടുക്കും. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നടുക്ക് ഒരു QR കോഡ് കാണാൻ സാധിക്കും. ആ QR കോഡ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ജസ്റ്റ് ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഡൺ കൊടുക്കുവാണ്. ഡൺ കൊടുത്ത് കഴിയുമ്പം നിങ്ങൾ ഫേസ് ഐ ഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് ആപ്പിന് ഫേസ് ഐ ഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഫോട്ടോസ് ആപ്പിലാണ് സേവ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ ആക്സസ് കൊടുക്കുക. ദെൻ നിങ്ങൾ ഫോട്ടോ ലൈബ്രറി ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് ഇവിടെ കാണാം. ഇനി നോർമലി ഈ ഷോർട്ട് കട്ട് വെച്ച് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നുമില്ല. ഇതിലുള്ള പേര് വെച്ചിട്ട് നമ്മൾ സഫാരിയിൽ പോയി സെർച്ച് ചെയ്യണം. എന്നാൽ നിങ്ങൾ നടുക്ക് കാണുന്ന ആ ഒരു QR കോഡിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ലിങ്ക് ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ലിങ്ക് തന്നെ നമുക്ക് സഫാരിയിൽ അങ്ങ് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനിലും. അപ്പോൾ ഇതിൽ ഞാൻ പരിചയപ്പെടുത്തിയ ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് മിലൻ. Catch you guys next video. Until then, peace.